ഒരു 2 വയസ്സുകാരനെ മാതാപിതാക്കൾ ട്രെയിനിൽ ഉപേക്ഷിച്ചു. 1 വയസ്സുകാരനെ അച്ഛൻ കൊലപ്പെടുത്തി. ഒരു കൈക്കുഞ്ഞിനെ തട്ടുകടയിൽ ഉപേക്ഷിച്ചു. ഈ ആഴ്ചയിലെ വാർത്തകൾ നിറഞ്ഞു വന്ന വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഹൃദയഭേദകമായ ഈ വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരം. സ്വന്തം മാതാപിതാക്കളാൽ ഉപേക്ഷിക്കപ്പെടുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യപ്പെടുന്ന നിസ്സഹായരായ നിരാലംബരായ നമ്മുടെ പിഞ്ചോമനകൾ അവരെന്ത് പിഴച്ചു? തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും. അത്ര സൂക്ഷ്മതയോടെ, ശ്രദ്ധയോടെ, ജാഗ്രതയോടെ നമ്മുടെ പിഞ്ചുമക്കളെ അച്ഛനമ്മമാർ വളർത്തിയെടുക്കുമ്പോൾ അവരുടെ സർവ്വ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും അവരവരുടെ മക്കളിലൂടെ സ്വപ്നം കാണുകയും നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇന്ന് വളരെ ചുരുക്കം ചിലരെങ്കിലും, വിരലിൽ എണ്ണാവുന്ന ചിലരെങ്കിലും ഇത്രയും ക്രൂരവും നിന്ദ്യവും ആയ പ്രവൃത്തികൾ ചെയ്യുന്നു. സ്വന്തം മക്കളെ, സ്വന്തം കുഞ്ഞുങ്ങളെ, പറക്കമുറ്റാത്ത പിഞ്ചു പൈതങ്ങളെ ഉപേക്ഷിക്കുന്നു. ട്രെയിനിൽ ഒരു 2 വയസ്സുകാരനെ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചു. ട്രെയിനിലായതുകൊണ്ട്, അതിനകത്ത് സഞ്ചാരികൾ ഉണ്ടായിരുന്നത് കൊണ്ടും ആ കുട്ടിയെ യഥാസമയം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്ത് സംരക്ഷിതമായ കരങ്ങളിൽ അതിനെ ഏൽപ്പിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിലുള്ള അവസ്ഥ എന്താകുമായിരുന്നു? കുഞ്ഞിറങ്ങി എങ്ങോട്ടെങ്കിലും നടക്കുകയോ അച്ഛനമ്മയുടെ തിരക്കി പിറകെ പോവുകയോ വാതിലിൽ എത്തുകയോ ചെയ്തെങ്കിൽ ആ കുഞ്ഞ് വീണ് അപകടപ്പെട്ടു പോകുമായിരുന്നു. ഈ വഴിവെക്കിലെങ്ങാണോ നായ കടിക്കുകയോ അല്ലാതെ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങൾ അപകടപ്പെട്ടു പോകാനുള്ള വീണുപോയോ ഒക്കെ ചെയ്തു പോകാൻ വളരെ വലിയ ചാൻസാണ്. അപ്പോൾ മനഃപൂർവ്വം ട്രെയിനിൽ തന്നെ ഉപേക്ഷിച്ചു. മനഃപൂർവ്വം ഉപേക്ഷിച്ചത് തന്നെയാണെന്ന് വേണം നമുക്ക് ഊഹിക്കാൻ. എന്താണ്? ആരെങ്കിലും കണ്ടെത്തി കൊണ്ടുപോയി ശിശുക്ഷേമ സമിതി പോലുള്ള പ്രസ്ഥാനങ്ങളിൽ ഏൽപ്പിക്കുമെന്നുള്ള ധൈര്യം. ആ അച്ഛനും അമ്മയും കുഞ്ഞവർക്കൊരു ബാധ്യതയായി. അവരുടെ സ്വൈരമായ സ്വച്ഛന്തമായ ജീവിതത്തിന് കുഞ്ഞവർക്കൊരു തടസ്സമായി. ഒന്ന് ആലോചിച്ചു നോക്കൂ. പറക്കമുറ്റാത്ത കുഞ്ഞിനെ മറ്റൊരു സന്ദർഭമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ കൊന്നുകളയുമായിരുന്നു. അപ്പോ ഒരുപക്ഷെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ കുഞ്ഞ്, അല്ലെങ്കിൽ ഭാര്യയുടെ ആദ്യ ഭർത്താവിലെ കുഞ്ഞ്, അങ്ങനെ എന്തെങ്കിലും ആകാം. ആ കുട്ടിയെ ഉപേക്ഷിക്കേണ്ട ആവശ്യകത അവരുടെ മുൻപിലുണ്ടായിരുന്നു. അവരുടെ സ്വൈരമായ ജീവിതത്തിനോ സ്വസ്ഥമായ ജീവിതത്തിനോ ആ കുഞ്ഞൊരു തടസ്സമായി. കുഞ്ഞുങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം, അവര് നിസ്സഹായരാണ്, നിരാലംബരാണ്. നമ്മൾ വാരി കൊടുക്കണം, കോരി കൊടുക്കണം, കുളിപ്പിച്ചു കൊടുക്കണം. അവർക്ക് അസുഖം വരും, അടിക്കടി അസുഖം വരും. അവിടെ എല്ലാം നമുക്ക് ക്ഷമയും സഹനവും ആവശ്യമായ സന്ദർഭങ്ങളാണ്. അതേ കാര്യമായിട്ട് അവരെ കാത്തു വെച്ചിരുന്ന് അവിടെ നമുക്ക് വേറൊന്നും പിന്നീടത്തേക്ക് മാറ്റിവെച്ച് ഇരിക്കാൻ പറ്റത്തില്ല. എല്ലാം മാറ്റിവെച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കരുതിയേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് മെനക്കെടാൻ വയ്യാത്തവർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നു. രണ്ടാമത്, അച്ഛൻ കൊലപ്പെടുത്തി 1 വയസ്സുകാരനെ. അതിന്റെ കാരണവും വളരെ വിചിത്രമാണ്. അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കുഞ്ഞൊരു ബാധ്യതയായി, തടസ്സമായി. പല പ്രാവശ്യമായിട്ട് പരിശ്രമിച്ച് കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മൾ ന്യൂസുകളിൽ കാണുന്നതാണ് കേട്ടോ. അവിടെയും സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾക്ക് സ്വന്തം കുഞ്ഞ് തടസ്സമാകുന്നു. അതിനെ കൊന്നുകളഞ്ഞു. അല്ലെങ്കിൽ ആ ഭാര്യയ്ക്ക് കൊടുത്തിട്ട്
ഭാര്യയെയും കൂടെ ഉപേക്ഷിക്കുക, ഭാര്യയും കുഞ്ഞും കൂടെ അവരെവിടെയെങ്കിലും പോയൊന്നും ജീവിക്കില്ലായിരുന്നു, ആ അമ്മ വളർത്തിയെടുക്കട്ടായിരുന്നല്ലോ, എന്തിനാ അങ്ങനെ ചെയ്തത്? അപ്പൊ അതിന്റെ അന്വേഷണത്തിൽ അറിയപ്പെടുന്ന കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത വിധം നമ്മുടെ യുവതലമുറ മാറിയിരിക്കുന്നു. ആരെങ്കിലുമൊക്കെ, എല്ലാവരുമല്ല, ചിലരെങ്കിലുമൊക്കെ വളരെ മൂല്യച്യുതികളിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മൂന്നാമത്തത്, പ്രസവിച്ച ഉടനെ തട്ടുകടയിൽ ഉപേക്ഷിച്ചു. അതും പ്രസവിച്ച കുഞ്ഞിനെ പിന്നീട് അതിനെ പോയിട്ട് വളർത്തിയെടുക്കണമെങ്കിൽ അത്രയും സമയം ചെലവഴിക്കണം, അതിനുള്ള സഹനശക്തി വേണം, അതിന് ടൈം കണ്ടെത്തണം, അവർക്കുള്ള ആഹാരവും പാലും അതുപോലെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അതേ കാര്യമായിട്ട് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ അഭീഷ്ടങ്ങൾ നടക്കൂല, സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോകാൻ പറ്റത്തില്ല. സ്വാതന്ത്ര്യം കുറെ, ഒരു കുഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ, അച്ഛനമ്മമാർക്കും സ്വാതന്ത്ര്യം കുറയും. കാരണം ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ഒരു സ്ഥിരമായ ഒരു സ്ഥലത്ത് കൂടി താമസിച്ച് കുഞ്ഞിന്റെ സംരക്ഷണം കൃത്യമായി പരിപാലിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ കുഞ്ഞ് തടസ്സമാകും. കുഞ്ഞിനെ ഉപേക്ഷിച്ചാൽ നമുക്ക് പറന്ന് ഏത് വഴി വേണമെങ്കിലും പോകാം, എങ്ങോട്ടും പൊക്കളയാം. കുഞ്ഞില്ലെങ്കിൽ ബാധ്യതയില്ല, ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളിടത്ത് യാത്ര ചെയ്തു. ഇപ്പോഴത്തെ പുതുതലമുറ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെക്കുന്നവർ, കുഞ്ഞുങ്ങളൊരു ബാധ്യതയാണെന്ന് കരുതുന്നവർ, കുഞ്ഞുങ്ങളെ വളർത്താൻ സമയമില്ലാത്തവർ, എങ്ങോട്ട് പോകുന്നു നമ്മുടെ പുതിയ തലമുറയും പുതിയ ലോകവും? ഇങ്ങനെയായാൽ പിഞ്ചുമക്കളുടെ കാര്യം വളരെ കഷ്ടമാണ്. ഇനി പിഞ്ചുമക്കളുള്ളവർക്ക്, അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞ ഉടൻ ഒരു 10 വയസ്സുവരെയെങ്കിലും കുട്ടികളെ അച്ഛനമ്മമാർ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് ഒരു ഗവൺമെന്റ് നിയമം മൂലം അത് അനുശാസിക്കേണ്ടിയിരിക്കുന്നു. 10 വയസ്സുവരെയുള്ള കുഞ്ഞിന്റെ വളർച്ച, 10 വയസ്സൊക്കെ ആകുമ്പോൾ ഒരുവിധം അവനെ തല്ലാനാണോ കൊല്ലാനാണോ തിന്നാനാണോ സംരക്ഷണം ഉണ്ടോ ഇല്ലോ എന്നൊക്കെ അവന് മനസ്സിലാകാൻ പറ്റും. അതുവരെയുള്ള അവന്റെ സംരക്ഷണം അച്ഛനമ്മമാർ കൊടുക്കുന്നുണ്ടോ എന്ന് ഒരു പ്രസ്ഥാനം വഴി ഗവൺമെന്റ് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അംഗനവാടി ആയാലും മതി, നിയറസ്റ്റ് അംഗനവാടിയിൽ കുഞ്ഞുങ്ങളെ രജിസ്റ്റർ ചെയ്ത്, അല്ലെ ഗർഭിണിയെ രജിസ്റ്റർ ചെയ്തൊക്കെ നടക്കുന്നുണ്ട് നാട്ടിൽ. പക്ഷെ ഇവിടെയോ പഴുതുകൾ ഉപയോഗപ്പെടുത്തി ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ അപകടപ്പെടുന്നു. അപ്പൊ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ, നിയമം കർശനമാക്കാൻ, ശിക്ഷാ നടപടികൾ മാതൃകാപരമാക്കാൻ നമ്മുടെ ഗവൺമെന്റുകളും പരിശ്രമിക്കണം. നിയമങ്ങളുണ്ട്, പക്ഷേ അതിന്റെ പോരായ്മയാണോ, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലുള്ള അഭാവമാണോ, അതിൽ പേടിയില്ലായിട്ടാണോ? വീണ്ടും 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 ഇത് തന്നെ ആവർത്തിക്കുകയാണ്. പിഞ്ചുമക്കളെ കൊല്ലുക, പിഞ്ചുമക്കളെ ഉപേക്ഷിക്കുക, തന്റെ അഭീഷ്ടത്തിനും സ്വസ്ഥ ജീവിതത്തിനും സ്വൈരമായ വിഹാരത്തിനും കുഞ്ഞുങ്ങൾ തടസ്സമാണെന്ന് കണ്ടവരെ ഉന്മൂലനം ചെയ്യുക. ഇത് നല്ല പ്രവണതയല്ല, വിശേഷിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണ്, കമന്റുകളായി അറിയിക്കുമല്ലോ. ഇതാണ് ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.